ഒരുപാട് കഥകൾ ഇങ്ങനെ കേൾക്കാറുണ്ട്. പക്ഷെ ചെറിയൊരു ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് പോയപ്പം ഇതുപോലെ അവിടെ DJ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്ത് കുറെ പുതിയ കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് പുതിയ പാട്ടുകളൊക്കെയാണ് പ്ലേ ചെയ്തത്. കാരണം അത് വളരെ ചെറുപ്പം ഒരു പയ്യനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം പഴയ മലയാളികൾക്ക് അവർക്ക് കുറെ വർഷങ്ങളായിട്ട് കേട്ടോണ്ടിരിക്കുന്നവരെ പഴയ പാട്ടുകൾ കേൾക്കണം. വേൽമുരുകൻ, പിന്നെ നമ്മുടെ മധുരക്കിനാവ്, അങ്ങനത്തെ കുറച്ച് പാട്ടുകൾ. കാരണം അറിയാലോ, അതൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു കുറെ വർഷങ്ങളായിട്ട് യൂണിവേഴ്സൽ DJ പാട്ടുകളാണ്. അപ്പൊ നമ്മളപ്പോ ഒരു പുതിയൊരു ഇത് ഇടുമ്പം ആളുകൾക്ക് അത് അംഗീകരിക്കാൻ അങ്ങ് പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ഇവര് പറയുന്നത് ഇവർക്ക് ഇത് വേണം, അവര് പറയുന്നത് അവർക്ക് അത് വേണം. അവസാനം അത് അടിയായി, ഇതായി. ഇതെല്ലാം പരസ്പരം അംഗീകരിക്കാനുള്ള ഒരു ഇതാണ്. പിന്നെ ഇതില് ഈഗോ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിലിപ്പോ പലരും പറയുന്നതായിട്ടുണ്ട് പുതിയ പിള്ളേർ വെള്ളമടിച്ച് അലമുണ്ടാക്കുന്നു. നമ്മുടെ പഴയ മലയാളികൾ എത്രയോ അസോസിയേഷനിൽ വെള്ളമടിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നു. ഇല്ലേ? അസോസിയേഷനില് പരിപാടിക്ക് പോകുന്നത് പോലും വെള്ളമടിക്കാന്നുള്ള ഒരു പ്ലാനിലായിരിക്കും. കാർകൂട്ടിനാണ് പോകുന്നത്. അതെ അല്ലെ? അപ്പം പഴയ ആളുകൾ അടി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ പുതിയ ആളുകൾ ഉണ്ടാക്കുമ്പം എല്ലാ പുതിയ പിള്ളേരും മോശമാണ് അങ്ങനെ പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. തീർച്ചയായിട്ടും അടച്ചാക്ഷേപിക്കാതിരിക്കുക മൊത്തം ഒരു ഗ്രൂപ്പിനെ അല്ലെ. പിന്നെ അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് നീನು പറഞ്ഞൊരു കാര്യത്തില് എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയൊരു കാര്യമാണ്. നമ്മുടെ പഴയ കാലത്തിലുള്ള ചെറുപ്പക്കാര് അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഇന്നത്തെ ഈ പ്രായമായി അല്ലെങ്കിൽ ഇവിടെ സെറ്റിൽഡ് ആയവർ, അവരുടെ മനസ്സിലുള്ള ചെറുപ്പം ആണ് അവർ ഇന്നും നാട്ടിലും പ്രതീക്ഷിക്കുന്നത് അല്ലെ. അതുകൊണ്ടായിരിക്കാം നാട്ടിലൊക്കെ പിള്ളേർ എന്ത് നന്നായിരുന്നു ഇവിടെ വരുമ്പോ ഇങ്ങനെ എന്ന് തോന്നിയിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെയുള്ള ഒരു യൂത്ത് എന്ന് പറയുന്ന ഇത്രയില്ലെങ്കിലും ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് നാട്ടിലുള്ളവരും. പക്ഷെ നമ്മളത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ ചിലപ്പോൾ നാട്ടിൽ നിന്നിട്ട് ഒരുപാട് വർഷങ്ങളായി. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ കസിൻസ് പിള്ളേരെ അങ്ങനെ അവർ വീട്ടിലുള്ളത് എല്ലാവർക്കും പുറമെ വേറെ മുഖം ഉണ്ടായിരിക്കും, നമുക്കറിയില്ല. അത് വളരെ സത്യമാണ് അല്ലേ. കാരണം നമ്മൾ വല്ലപ്പോഴും പോകുന്നു, അവിടെ ഇരിക്കുന്ന കസിന്റെ മോനെ കാണുന്നു, ആ സുഖമല്ലേ, അപ്പൊ നല്ല പയ്യൻ. അപ്പൊ ഇവിടെ വരുമ്പോൾ നമ്മൾ ആ പ്രായത്തിലൊരു പയ്യനെ കാണുമ്പോൾ നാട്ടിലൊക്കെ എത്ര നന്നായിട്ട് പിള്ളേര്, നമുക്കറിയില്ലല്ലോ ഇവര് ഫ്രണ്ട്സിന്റെ കൂടെ കൂടുമ്പോൾ ഇവരെങ്ങനെയാണെന്ന് നമ്മൾ അറിയുന്നു. എക്സാക്ട്ലി. ഇതൊരു കാലഘട്ടത്തിന്റെ മാറ്റമാണ്. അത് നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ലെ. അതല്ലെങ്കിൽ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ബെസ്റ്റ്. നിങ്ങൾ നിങ്ങളുടെ സോണിൽ നിൽക്കുക. അത് നമ്മൾ നല്ല വശങ്ങൾ കാണുന്നതിൽ പരാജയപ്പെടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉദാഹരണം ഇവിടെ വരുന്ന എത്രയോ കുട്ടികൾ നല്ല പൊസിഷനിൽ ഇപ്പൊ ജോലി ചെയ്യുന്നവരുണ്ട്. അവരിവിടെ വന്ന് അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അവരിവിടുത്തെ PR എടുത്ത്, അല്ലെങ്കിൽ അവർ ഈ ഒരു പ്രായത്തിൽ തന്നെ എത്രയോ കാശ് ഉണ്ടാക്കുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ അവരെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. അല്ല, വളരെ സത്യമാണ്. കാരണം നഴ്സിംഗിലായ പോലെ എനിക്കറിയാം വർഷങ്ങളായിട്ട് ഒരേ ബാൻഡുകളിൽ നിൽക്കുന്നവരും അല്ലെങ്കിൽ വളരെ ഗ്രാജുവൽ ആയിട്ട് ബിൽഡ് ആയവരൊക്കെ എനിക്കറിയാം. അതേസമയം ഇന്ന് നോക്കുന്ന ചെറുപ്പക്കാരൊക്കെ ബാൻഡ് 6ഉം അതിലോട്ടൊക്കെ എത്തിക്കഴിഞ്ഞു. വളരെ പെട്ടെന്നുള്ളൊരു ട്രാൻസിഷൻ പരിപാടികൾ നടക്കുന്നു. അവരുടെ ഗ്രോത്ത് വളരെ പെട്ടെന്നാണ്. അതുപോലെ തന്നെ അവർക്ക് അതിനുള്ള കഴിവുണ്ട്. കാരണം നമ്മളൊക്കെ വളരെ വൈകി അച്ചീവ് ചെയ്തൊരു കാര്യം അവർ വളരെ ചെറുപ്പത്തിലേ ചെയ്യുന്നുണ്ട്. അപ്പം അത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. അല്ല, അതേസമയം ഈ പറഞ്ഞ പോലെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെറുപ്പക്കാർക്ക് ആവശ്യമാണ്. അതും നമ്മൾ അംഗീകരിക്കേണ്ട കാര്യം. അതെനിക്ക് തോന്നുന്നത് ഈ പഴയ ആൾക്കാരിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടെയാണ് അല്ലെ. പലപ്പോഴും ആണ്. അപ്പം ഒരു സൊസൈറ്റിയിൽ എങ്ങനെ ചെയ്യണം. ഇപ്പം ചില സമയത്ത് നമ്മളാണെങ്കിലും പഴയ ആളുകളെ കളിയാക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ അമ്മാവിന് എന്തിന്റെ കേടാ, അല്ലെങ്കിൽ ഈ അമ്മായിക്ക് എന്തിന്റെ കേടാ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതെ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര ബഹുമാനം ഇല്ലാത്തൊരു പ്രവണതയുണ്ട് പൊതുവെ.